കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ സുനന്ദയുടെ സുഭാഷുമായുള്ള പ്രണയസലാപം ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുധീഷും നിധിയും. സുഭാഷ് ഏട്ടനിട്ട എത്ര പഴയതും പുതിയതുപോലെ ഇരിക്കുമെന്ന് സുനന്ദ പറയുമ്പോൾ കേട്ടില്ലേ, ഡയലോഗ് എന്നും ഇങ്ങനെയാ. പിൻവാതിലിലൂടെ വന്ന് സുഭാഷ് ഏട്ടനോട് സംസാരിച്ചിട്ടങ്ങ് പോവും. സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്നതിന്ന് ഒരു പങ്ക് കൊടുത്തുവിടും എന്ന് സുധീഷ് നിധിയോടായി പറയുമ്പോൾ ഇവര് ലവ്വാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ലവ്വാണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാ ലവ് മാതിരി ഒന്ന് എന്ന് സുധീഷ് നിധിയോടായി പറയുമ്പോഴേക്കും സുഭാഷ് സുനന്ദയോടായി, സുനന്ദേ, നിനക്ക് പകൽ സമയത്ത് ഫ്രീ കിട്ടുമ്പോഴൊക്കെ നീ നിധിയോട് വന്ന് സംസാരിക്കണം കേട്ടോ. പാവം ആ കുട്ടി ഒറ്റയ്ക്കല്ലേന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഞാൻ വരാം സുഭാഷ് ഏട്ടാ, അമ്മയുള്ളതാ പ്രശ്നം, എന്നാലും കണ്ണു വെട്ടിച്ച് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞവൾ സുഭാഷ് കൊടുത്ത കറി വീണ്ടും മണത്തു നോക്കിക്കൊണ്ട്, ആഹാ എന്താ മണം, ഇതുപോലെ പാചകം ചെയ്യാൻ ആർക്കും പറ്റില്ല എന്ന് സുനന്ദ പറയുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് സുധീഷിനെ നിധി അവിടെ നിന്ന് വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഇനി നമ്മൾ കാരണം അവർ മിണ്ടാതിരിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അയ്യോ, അവരൊറ്റയ്ക്കാണെങ്കിലും സുഭാഷ് ഏട്ടൻ അങ്ങനെ സംസാരിക്കുള്ളൂ. ആ പാത്രത്തിൽ കുറച്ച് ഫുഡ് എടുത്തു കൊടുത്തിട്ട് സൂക്ഷിച്ചു പോണട്ടോ മോളെ എന്ന് പറയും. അതിന്റെ അപ്പുറമൊന്നും സുഭാഷ് ഏട്ടൻ അറിഞ്ഞൂടന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ നിധിക്കും ചിരി വരുന്നുണ്ട്. അവിടെ നിധിയുടെ വീട്ടിൽ ഹേമ സാന്ദ്രയോടായി പറയുന്നുണ്ട്. ഞാൻ നന്നായി ആലോചിച്ചു നോക്കി സാന്ദ്ര, അവളെ അവിടെ അങ്ങനെ വിടാൻ എനിക്ക് പറ്റില്ല. നീ ഒന്ന് നിധിയെ വിളിക്കെന്ന്. അയ്യോ നല്ല കാര്യമായി, അമ്മയുടെ മോനതറിഞ്ഞാ പിന്നെ തീർന്നു എന്ന് സാന്ദ്ര പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ അവളെ ഫോൺ ചെയ്ത് ഉടനെ ഇങ്ങോട്ട് വരാൻ പറ എന്ന് ഹേമയും. ഞാൻ വിളിച്ച അവൾ വരുവോ അമ്മേ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അവളല്ലേ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചത്, അതെടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് വാങ്ങാൻ പറ എന്ന് ഹേമയും. അഥവാ വന്ന എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അവളൊന്ന് വന്ന് കിട്ടിയാൽ മതി, പിന്നെ എങ്ങോട്ടും പോവാതെ ഞാൻ നോക്കിക്കോളാം. സാന്ദ്ര വിളിക്കെന്ന് ഹേമയും. അവൾ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ ആദ്യം അവളോട് ഇങ്ങോട്ട് വരാൻ പറ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ഹേമ പറയുമ്പോൾ അച്ഛൻ ഇതൊക്കെ സമ്മതിക്കോ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. അവളെ നേരിട്ട് കണ്ട അച്ഛൻ സമ്മതിക്കും, എനിക്കുറപ്പുണ്ട്, നീ വിളിക്കെന്ന് ഹേമയും. അതമ്മേ എന്ന് പറഞ്ഞ് സാന്ദ്ര പരിഭ്രമത്തോടെ നിൽക്കുമ്പോൾ വിളിക്കാൻ പറഞ്ഞ അത് ചെയ്യ് സാന്ദ്ര, വിളിക്ക് എന്ന് ഹേമ വഴക്കു പറയുമ്പോൾ സാന്ദ്ര തന്റെ മൊബൈൽ എടുത്ത് നിധിയെ വിളിക്കുന്നുണ്ട്. ഏട്ടത്തിയാണെന്ന് കണ്ട് നിധി സന്തോഷത്തോടെ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ ഏട്ടത്തി, എന്തായി, സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോ എന്ന് ചോദിക്കുമ്പോഴേക്കും സാന്ദ്രയോട് മൊബൈൽ സ്പീക്കറിൽ ഇടാനായി ഹേമ പറയുന്നുണ്ട്. സാന്ദ്ര മൊബൈൽ സ്പീക്കറിൽ ഇടുമ്പോഴേക്കും ഏട്ടത്തി കേൾക്കാമോ എന്ന് നിധി ചോദിക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടി, പക്ഷേ അത് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ, നീ വന്നാ ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തരാം എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ പരിഭ്രമത്തോടെ വീട്ടിലേക്കോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നീ നമ്മുടെ വീടിന്റെ മുന്നിലുള്ള സ്റ്റോപ്പ് എത്തിയിട്ട് വിളിച്ചാൽ മതി, ഞാൻ എത്തിച്ചു തരാമെന്ന് സാന്ദ്രയും. എല്ലാം എടുത്തു വെച്ചല്ലോ അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാനായി ഹേമ ആംഗ്യം കാണിക്കുന്നുണ്ട്. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, നീ വന്നാ കൊണ്ടുപോവാം, വരുമോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ വരാമെന്ന് നിധി പറയുന്നുണ്ട്. എപ്പോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് വന്നാലോ, അത് കേൾക്കെ വരാൻ പറന്ന് ഹേമയും ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. നീ വന്നോ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് സാന്ദ്ര പറയുമ്പോൾ ഒറ്റയ്ക്ക് വരാൻ പറ എന്ന് ഹേമയും ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. അത് കേൾക്കെ സാന്ദ്രയും പിന്നെ നിധി നീ വരുമ്പോ തനിച്ച് വന്നാ മതി കേട്ടോ, സുധീഷിനെ ഒന്നും കൂട്ടണ്ട, അന്ന് വന്നിട്ടുണ്ടായതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശരി ഞാൻ തനിയെ വന്നോളാമെന്ന് നിധിയും. എന്നിട്ട് വിളിക്കുന്ന സാന്ദ്ര പറയുമ്പോൾ താങ്ക് യു ഏട്ടത്തി, ഈ ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല, താങ്ക് യു സോ മച്ച്, ഞാൻ വെക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് സാന്ദ്രയും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. സാന്ദ്ര അപ്പോ ഹേമയോടായി പരിഭ്രമത്തോടെ അമ്മ ഇന്ന് തന്നെ വരാൻ പറഞ്ഞത് എന്തിനാ, അച്ഛനോടും അരുണേട്ടനോടും ഒന്നും പറയാതെ കുഴപ്പമാവോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അവൾ ആദ്യം വരട്ടെ, വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ഇവിടുന്ന് പോവില്ല, അതെനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് ഹേമയും അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ സുധീഷിന്റെ വീട്ടിൽ നികേഷ് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ദോശ കൂടി കഴിക്കെന്ന് പറഞ്ഞ് സുഭാഷ് അവന് ഒരു ദോശ കൂടി കൊണ്ടുകൊടുക്കുന്നുണ്ട്. സുധീഷ് അവിടെ ഉമ്മറത്ത് ആരെയോ കോൾ ചെയ്തോണ്ടിരിക്കുക. അങ്ങോട്ട് വന്ന നിധിയെ കണ്ട് മോളെ കഴിക്കാൻ എടുക്കട്ടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് നിധിയും. എന്തുപറ്റി, മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്ന് സുഭാഷ് ചോദിക്കുന്നത് കേട്ട് കോൾ നിർത്തിയ സുധീഷും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഏട്ടത്തി വിളിച്ചിരുന്നു, ജോലിക്ക് പോവാനായി സർട്ടിഫിക്കറ്റ് തരുമെന്ന് ചോദിച്ചു, അതിനുവേണ്ടി വിളിച്ചതാ, സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചു എന്ന് പറഞ്ഞു, ഇന്ന് ചെന്ന് വാങ്ങിച്ചോളാനും പറഞ്ഞു, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ അല്ല ഇന്ന് തന്നെ പോണമെന്നുണ്ടോ എന്ന് സുഭാഷും. പോണം, ഏട്ടത്തി എന്നോട് സംസാരിക്കുന്നത് വീട്ടിൽ വേറെ ആർക്കും അറിയില്ല, ആരും അറിയാതെ എനിക്ക് സർട്ടിഫിക്കറ്റ് എടുത്തു തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്, അത് പോയി വാങ്ങണമെന്ന് നിധി പറയുമ്പോൾ ശരിയെന്ന് സുഭാഷും സമ്മതിക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് നിന്ന സുധീഷും അങ്ങോട്ട് വന്ന് അല്ല ഞാനൊരു കാര്യം ചെയ്യാം, കാറ് വരാൻ പറയാം, നമുക്ക് അതിൽ പോയിട്ട് വരാലോ എന്ന് പറയുന്നുണ്ട്. അത് വേണ്ട, ഞാൻ തന്നെ പോയി വരാം, നിങ്ങൾ വരണമെന്നില്ല എന്ന് നിധി പറയുമ്പോൾ അതെന്താ ഞാൻ കൂടി വന്നാലെന്ന് സുധീഷ്
ചോദിക്കുന്നുണ്ട്. അത് ഇയാളെ കണ്ട അവർക്ക് ദേഷ്യം വരും. എന്തിനാ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്? ഞാൻ പോയി വന്നോളാമെന്ന് നിധിയും. അല്ല, നിന്നെ മാത്രം തനി അയക്കുന്നത് എങ്ങനെയാ മോളെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അത് സാരമില്ല സുഭാഷ് ഏട്ടാ, ഇവിടുന്ന് നാട്ടിലേക്ക് ബസ് ഉണ്ടാവും, ഞാൻ ബസ്സിൽ പോയി വന്നോളാമെന്ന് നിധിയും. അല്ല, ഒറ്റയ്ക്ക് പോണ്ടെന്നേ, ഞാൻ വന്നോളാമെന്ന് സുധീഷ് പറയുമ്പോ നിങ്ങൾ എന്തിനാ ജോലി കളഞ്ഞ് എനിക്ക് എസ്കോട്ട് വരുന്നേ? ഞാൻ തനിയെ പൊക്കോളാം, എനിക്കറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ, ഞാൻ പോയിക്കോളാം എന്ന് സുധീഷിനോടായി പറഞ്ഞ് സുഭാഷ് ഏട്ടാ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നിധി അകത്തേക്കായി പോകുന്നുണ്ട്. നീ വാ കഴിക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് സുഭാഷിനെ പിടിച്ചു നിർത്തി. ചേട്ടാ, അതെ സുഭാഷ് ഏട്ടൻ അവളെ പോവാൻ സമ്മതിക്കരുത് ചേട്ടാ, അവള് തനിയെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്നേ. ഇത്രയും പ്രശ്നമുണ്ടാക്കിയ വീട്ടുകാരെ പെട്ടെന്നിങ്ങനെ വിളിച്ചു പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ തരാന്ന് പറഞ്ഞ വിശ്വസിക്കാൻ പറ്റോ? ഇത് അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടേട്ടാ, തനിയെ വിടാൻ പാടില്ലെന്ന് സുധീഷ് പറയുന്നുണ്ട്. എടാ, അതിന് നീ കൂടെ ചെല്ലേണ്ടെന്നല്ലേ അവള് പറയുന്നത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അതാ എനിക്ക് മനസ്സിലാവാത്തത്. കൂടെ പോവാന്ന് വിചാരിച്ച കാറും വാടകയ്ക്ക് എടുക്കണം, അതിന് കാശും കമ്മിയാണേ. അതുണ്ടാക്കാന്ന് വെച്ചാ 6 വാടകയ്ക്ക് എടുത്തതാണെന്നറിഞ്ഞ അവള് 100 ചോദ്യം ചോദിക്കും, അത് കുഴപ്പാവും എന്ന് സുധീഷ് പറയുന്നുണ്ട്. എന്ത് കുഴപ്പം എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അതൊന്നും ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ അവളെ തനി അയക്കാൻ പറ്റില്ല, എന്തു വന്നാലും ചേട്ടൻ സമ്മതിക്കരുതെന്ന് സുധീഷ് പറയുന്നുണ്ട്. എടാ, ഇതിൽ ഞാൻ സമ്മതിക്കാതിരിക്കാൻ എന്തിരിക്കുന്നു? നീ ഒരു കാര്യം ചെയ്യേ, നീ അകത്തു ചെന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കി കൂടെ ചെല്ലാന്ന് സമ്മതിപ്പിക്കേ എന്ന് സുഭാഷ് പറയുമ്പോ അതിനവള് കൂടെ വരണ്ടെന്നല്ലേ പറയുന്നത്. ഞാൻ എന്തു ചെയ്യാനാ, പക്ഷേ അവളെ തനിയെ വിടാൻ പറ്റില്ല ചേട്ടാ, അത് ഉറപ്പാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, സുഭാഷ് ഏട്ടൻ അവളുടെ കൂടെ പോ എന്ന് സുധീഷ് പറയുമ്പോ ഞാനോ? എടാ, എനിക്ക് സൈറ്റിലെ ഒരുപാട് വർക്കുണ്ട് എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്താ ചേട്ടാ, സ്വന്തം അനിയന് വേണ്ടിയിട്ടല്ലേ എന്ന് സുധീഷ് പറയുമ്പോ എടാ, എഞ്ചിനീയർ വരുമെടാ, എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലെന്ന് സുധീഷിനോടായി പറഞ്ഞ് നികേഷിനോടായി. എടാ നികേഷേ, നിനക്കെന്താ ഇന്ന് പണിയെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. എനിക്ക് പണിയൊന്നുമില്ല ചേട്ടാ, സ്റ്റഡി ലീവ് അല്ലേ എന്ന് നികേഷ് പറയുമ്പോ എന്നാലേ നീ ഒന്ന് ഏട്ടത്തിയുടെ കൂടെ പോയിട്ട് വാ എന്ന് സുഭാഷ് പറയുമ്പോ ഞാൻ പോവാമെന്ന് നികേഷും സമ്മതിക്കുന്നുണ്ട്. അല്ലേന്ന് സുധീഷിനോടായി സുഭാഷ് ചോദിക്കുമ്പോഴേക്കും നിധി അങ്ങോട്ട് വന്ന് ഇവിടുന്ന് തക്കലയ്ക്ക് ബസ്സിന് 3-4 മണിക്കൂർ വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, പക്ഷെ മോളെ ഒറ്റയ്ക്ക് പോവാൻ നിൽക്കണ്ട എന്ന് സുഭാഷ് പറയുമ്പോ എനിക്ക് സുധീഷിനെ കൂട്ടി പോവാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ സുധീഷിനെ കൂട്ടി വരണ്ടെന്ന് ഏട്ടത്തിയാ പറഞ്ഞത്. ഇനി സുധീഷ് കൂടി വന്നാ അത് കൂടുതൽ പ്രശ്നമായാലോ എന്ന് നിധി പറയുന്നത് കേൾക്കേ അപ്പോ അവർക്ക് എന്തായാലും ഒരു പ്ലാൻ ഉണ്ടെന്ന് അർത്ഥം എന്ന് സുധീഷ് സംശയത്തോടെ പറയുമ്പോ നീ മിണ്ടാതിരിക്കുന്ന സുഭാഷും. അതല്ല ഏട്ടാ, എന്തുകൊണ്ട് ഞാൻ കൂടെ ചെല്ലണ്ടെന്ന് പറയണം? ഇനി പോയാൽ തന്നെ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവോ? ഇല്ല, നിധിയല്ലേ പോയി സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചിട്ട് വരിക, ഞാൻ അവിടെ പുറത്ത് കാത്തു നിൽക്കല്ലേ ഉള്ളൂ, പിന്നെന്തിനാ ഞാൻ ചെല്ലേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കുമ്പോ അതല്ല ഏട്ടത്തി, അങ്ങനെ പറയണമെങ്കിൽ അതിലെന്തേലും കാരണം ഉണ്ടായിരിക്കുമല്ലോ. അച്ഛനും അമ്മയും ഇല്ലാത്ത സമയം നോക്കിയാ ഏട്ടത്തി അത് എടുത്തു തരാന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടി റിസ്ക് എടുത്ത് ചെയ്യാ പാവം, അതാ ഞാൻ തനിയെ പോയി വരാന്ന് പറഞ്ഞത് എന്ന് നിധി പറയുമ്പോ ശരി, അവര് സുധീഷിനെ കൂട്ടിക്കൊണ്ട് ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞത്, പകരം ഈ നികേഷിനെ കൂട്ടിക്കൊണ്ടു പോയെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അയ്യോ, ഈ പാവത്തിന് എന്തിനാ കഷ്ടപ്പെടുത്തുന്നേ എന്ന് നിധി ചോദിക്കുമ്പോ എനിക്കെന്ത് കഷ്ടപ്പാട്, ഇതൊക്കെ ഒരു രസമല്ലേ, ആ സ്ഥലമൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം എന്ന് നികേഷും സന്തോഷത്തോടെ പറയുന്നുണ്ട്. അത് മതിയെന്നേ എന്ന് സുഭാഷ് പറയുമ്പോ ശരി, എന്നാ പോയി റെഡിയാവ് നികേഷിനോടായി പറഞ്ഞോണ്ട് നിധി അകത്തോട്ടായി പോകുന്നു. സുഭാഷ് സുധീഷിനോടായി ഇപ്പൊ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിരിയോടെ അതെ എന്ന് സുധീഷും സമ്മതിക്കുന്നുണ്ട്. എന്നാ താൻ റെഡിയായി വരാമെന്ന് പറഞ്ഞ് നികേഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും എടാ, ഞാൻ പിന്നെ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കും, നീ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണേ എന്ന് പറയുമ്പോൾ വേഗം പോയി റെഡിയാവ് ചെല്ലെന്ന് പറഞ്ഞ് സുഭാഷ് നികേഷിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. വാ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നികേഷിന്റെ പ്ലേറ്റ് എല്ലാം എടുത്തോണ്ട് സുഭാഷ് അവിടുന്ന് പോകുമ്പോഴേക്കും എന്തെങ്കിലും പ്ലാൻ കാണുമോ എന്ന് സംശയത്തോടെ ആലോചിച്ച് സുധീഷും അവിടെ നിൽപ്പുണ്ട്. അവിടെ നിധിയുടെ വീട്ടിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അരുൺ സാന്ദ്രയെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ആരോട് ചോദിച്ചിട്ട് അവളോട് വരാൻ പറഞ്ഞത്? ഇവളല്ലേ അവൾക്ക് ഫോൺ ചെയ്തതെന്ന് അരുൺ ചോദിക്കുമ്പോഴേക്കും അരുൺ, ഞാൻ പറഞ്ഞിട്ടാ സാന്ദ്ര ഫോൺ ചെയ്തത്, നീ അവളുടെ മെക്കിട്ട് കയറണ്ട എന്ന് അരുണിനോടായി പറഞ്ഞ് ഹേമ രാജീവിന്റെ അടുത്തേക്ക് ചെന്ന് നോക്ക് രാജീവേട്ടാ, നിധി എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്ന് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അരുൺ ആ വീടിനെ പറ്റി പറഞ്ഞതിനു ശേഷം എനിക്ക് ഉറക്കം പോലുമില്ല. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നുള്ള ചിന്തയാ എപ്പോഴും. അവൾക്കവിടെ പറ്റുന്നില്ലെന്ന് സാന്ദ്രയോട് ഫോൺ വിളിച്ച് പറഞ്ഞു എന്ന് കേട്ടതല്ലേ നിങ്ങളും എന്ന് ഹേമ ചോദിക്കുമ്പോ അതിന് ഞാൻ എന്തു വേണം? അവൾക്ക് ഞാൻ തേടി കണ്ടെത്തി കൊടുത്ത ജീവിതമാണോ ഇത്? അല്ലല്ലോ എന്ന് രാജീവും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ചാ പോരെ? ദേ, സർട്ടിഫിക്കറ്റ് കൊടുക്കാന്നും പറഞ്ഞ് സാന്ദ്ര അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഹേമ പറയുമ്പോ സാന്ദ്രയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ഇവിടെ വന്ന പിന്നെ പോവില്ലെന്ന് അവൾ അമ്മയോട് പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് അരുണും ചോദിക്കുന്നുണ്ട്. അവൾ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി, തിരിച്ചു പോവാതെ നോക്കേണ്ടത് ഞാനല്ലേ, ഞാൻ അത് ചെയ്തോളാമെന്ന് ഹേമയും. അമ്മ അവളെ വിശ്വസിച്ചിട്ടാണെങ്കിൽ ഇതിനിറങ്ങി പുറപ്പെടാതിരിക്കുന്നതാ നല്ലത്. അവൾ വരും, സർട്ടിഫിക്കറ്റും വാങ്ങും, തിരിച്ചും പോവും.
അല്ലാതെ നിങ്ങളാരും പറയുന്നത് കേൾക്കാനൊന്നും പോകുന്നില്ല. അത്രയ്ക്ക് അഹങ്കാരി അവളെന്ന് ദേഷ്യത്തോടെ അരുൺ പറയുന്നുണ്ട്. അവൾ എന്തായാലും ആ വീട്ടിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു. ഇത്രയും വലിയൊരു വീട് നമുക്കുള്ളപ്പോ അവൾ എന്തിനാ ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നേ? ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് തോന്നിക്കാണും. പക്ഷേ അത് നമ്മളോട് സമ്മതിക്കാൻ പേടിയുണ്ട് അവൾക്ക്. അത് മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും. അവളെ മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കമാണെന്ന് കണ്ട അവൾ ഉറപ്പായിട്ടും ഇവിടെ നിൽക്കും. ദേ, നിങ്ങൾ രണ്ടുപേരും അവൾ വന്ന ഉടനെ ശകാരിക്കാനും തല്ലാനും ഒന്നും നിൽക്കാഞ്ഞാ മതി എന്ന് ഹേമ പറയുമ്പോ അരുണും ദേഷ്യത്തോടെ ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അവന്റെ ആ പെരുമാറ്റം കണ്ട് എടാ, ഈ കോയും ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിവെക്ക്. അവൾ വരുമ്പോ കൂടെപ്പിറപ്പാണ്, മോളാണ് എന്നൊക്കെ ഒരു തോന്നലില് സമാധാനത്തോടെ ഒന്ന് സംസാരിക്കേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവളോട് സംസാരിച്ചോളാം. അവളിവിടെ കുറച്ചു ദിവസം നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവളെ മറ്റൊരാളോടൊപ്പം കല്യാണം കഴിപ്പിച്ച് അയക്കാലോ. ഞാൻ വേണ്ടെന്നൊന്നും പറയില്ല എന്ന് ഹേമ പറയുന്നത് കേൾക്കെ അമ്മയ്ക്ക് വട്ടാണ്. അച്ഛൻ ഇത്രയും പറഞ്ഞിട്ട് കേൾക്കാത്തവളാ ഇനി അമ്മയുടെ സാരോപദേശം കേൾക്കാൻ പോകുന്നത്. അരുണും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അവള് നിൽക്കും, ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കും, എനിക്കുറപ്പുണ്ടെന്ന് ഹേമയും. എന്തിനാ അമ്മ വെറുതെ കഷ്ടപ്പെടുന്നത് എന്ന് അമ്മയോടായി ചോദിച്ച് സാന്ദ്രേ, നീ ഫോൺ വിളിച്ച് അവളുടെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞേക്ക് എന്ന് അരുൺ പറയുമ്പോ ഹേമ അവനെ താക്കീത് ചെയ്ത് അരുൺ, നിന്റെ അച്ഛൻ വരെ ഞാൻ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കുക, പിന്നെ നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നം എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. സാന്ദ്ര അമ്മയുടെ അടുത്തേക്ക് വന്ന് അമ്മേ, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ അവളെ വേറെ കല്യാണം കഴിപ്പിക്കാനൊക്കെ പറ്റുമോ? നിയമപ്രകാരം അവളിപ്പോ ഒരാളുടെ ഭാര്യയല്ലേ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അതുകൊണ്ട് അവന്റെ കൂടെ അവൾ ജീവിച്ച് തൊലയിട്ടെന്ന് വെക്കണോ ഞാൻ എന്ന് ഹേമ ചോദിക്കുമ്പോൾ അവൾ നിന്റെ വാക്ക് കേട്ട് ഇവിടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ ഹേമേ എന്ന് രാജീവും ചോദിക്കുന്നുണ്ട്. ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ടെന്ന് ഹേമയും. അങ്ങനെ അവൾ തീരുമാനിച്ചാൽ അവൾക്ക് അവനേക്കാൾ വലുത് നമ്മളാണെന്ന് അവൾക്ക് തോന്നിയാ അവൻ താലി കെട്ടിയതൊന്നും പ്രശ്നമല്ല, അതൊഴിവാക്കുന്നത് അത്ര വലിയ കാര്യമല്ലെന്ന് രാജീവ് പറയുന്നുണ്ട്. അത് കേൾക്കെ സന്തോഷത്തോടെ ഹേമയും അത് മതി, അവൾ അവനെ ഉപേക്ഷിച്ച് വന്നാ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ, അത് മതി അരുൺ. ദേ, അവൾ ആ വീടും അടുത്തിട്ടാ ഇങ്ങോട്ട് വരുന്നത്. എന്ത് വന്നാലും നമ്മളെ അവളുടെ കൂടെ ഉണ്ടാവുമെന്ന് അവൾക്ക് ഇവിടെ വരുമ്പോ തോന്നണം. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവൾ ഇവിടുന്ന് പോവില്ല, എനിക്ക് ഉറപ്പുണ്ട്. ദേ അരുൺ, അച്ഛൻ എന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. എടാ, നീയും അമ്മയുടെ കൂടെ നിൽക്കണം എന്ന് അമ്മ പറയുമ്പോ അവൾക്ക് നമ്മളെയും ഈ വീടിനെയും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അരുണും പറയുന്നുണ്ട്. അത് മതി, ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇനി മുതലേ അവൾ ഈ വീട്ടിൽ തന്നെ കാണും, നോക്കിക്കോ എന്ന് ഹേമയും ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. അവിടെ സുഭാഷിന്റെ വീട്ടിലെ ഡൈനിങ് ഹാളിലെ കസേരയിൽ സുധീഷ് ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് പോവാൻ റെഡിയായി നികേഷ് എന്ന് വിളിച്ചുകൊണ്ട് നിധി അങ്ങോട്ടെത്തുന്നത്. നികേഷ് അങ്ങോട്ടെത്തുമ്പോഴേക്കും എന്തിനാ കഷ്ടപ്പെട്ട് ബസ്സിൽ പോകുന്നേ, ഞാൻ കാർ വരാൻ പറയാമെന്നേ എന്ന് സുധീഷ് പറയുമ്പോ വേണ്ടെന്നേ, ഞങ്ങൾ ബസ്സിൽ പൊക്കോളാമെന്ന് നിധിയും. സുധീഷ് തന്റെ പേഴ്സ് എടുത്ത് നിധി ദേ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ക്യാഷ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പൈസയൊന്നും വേണ്ട, എന്റെ കയ്യിലുണ്ട് എന്ന് നിധി പറയുമ്പോഴാണ് നികേഷേ ഇത് കയ്യിൽ വെച്ചോ എന്നും പറഞ്ഞ് നികേഷിന്റെ പോക്കറ്റിലേക്ക് സുഭാഷ് കുറച്ച് കാശ് കൊണ്ടുവരുന്നത്. അത് കാണേ പൈസ എന്റെ കയ്യിലുണ്ട് സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോ ഒരു വഴിക്ക് പോവല്ലേ, ഇരിക്കട്ടെ എന്ന് സുഭാഷും. അവർ പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് നിധിയെ വിളിച്ച് നിധി ഒരു മിനിറ്റ് ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിധി അവന്റെ കൂടെ പുറത്തേക്ക് ചെല്ലുമ്പോ ടെൻഷനോടെ നിൽക്കണ അവനെ കണ്ട് എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, പോയാ ഇയാൾ തിരിച്ചു വരുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് നിധിയും. അല്ല, എനിക്കൊരു പേടി പോലെ എന്ന് സുധീഷ് പറയുമ്പോ എന്ത് പേടി? അല്ല, പെട്ടെന്ന് ഇയാളുടെ ഏട്ടത്തി ഇയാളോട് വരാൻ പറയുമ്പോ അതും തനിച്ചു വരണമെന്ന് പ്രത്യേകം പറയുന്നു. അതെന്തേലും പ്ലാൻ ചെയ്തിട്ടാണോ എന്നൊരു പേടി തോന്നുന്നു എനിക്ക്. അവർക്ക് വേണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കൊറിയർ അയക്കാലോ, ഇന്ന് തന്നെ നേരിട്ട് വരാൻ പറയുന്നത് എന്തിനാ, എന്തോ കുഴപ്പമുള്ള പോലെ എന്ന് ടെൻഷനോടെ സുധീഷ് പറയുമ്പോ ഇല്ലെന്നേ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും ഒക്കെ അല്ലേ, അതോ നേരിട്ട് തരാന്ന് പറഞ്ഞത്, ഇനിയിപ്പോ അയച്ചിട്ട് മിസ്സാവണ്ടല്ലോ എന്ന് നിധി പറയുന്നുണ്ട്. അത് മനസ്സിലായി, എന്നാലും ഏട്ടത്തിയൊന്ന് നിർബന്ധിച്ചിട്ട് ഇയാൾ അവിടെ തന്നെ പിടിച്ചു നിർത്തിയാലോ, എന്റെ ഉള്ളിൽ തോന്നിയത് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോ ഇവിടെ എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാനാ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ തന്നെ പോകുന്നത്, അതും വാങ്ങി അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം, ഇത്രയും റിസ്ക് എടുത്ത് എന്നോട് വരാൻ പറഞ്ഞത് ഏട്ടത്തിയാ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എനിക്കുറപ്പാ എന്ന് നിധി ഉറപ്പിച്ചു പറയുമ്പോ ശരിയെന്ന് സുധീഷും ടെൻഷനോടെ പറയുന്നുണ്ട്. സുധീഷും നിധിയും നികേഷിന്റെയും സുഭാഷിന്റെയും അടുത്തേക്ക് ചെല്ലുമ്പോ സുധീഷ് കുറച്ച് കാശെടുത്ത് ഇത് വെച്ചോ നികേഷേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ കാശുണ്ടെന്ന് നികേഷ് പറയുന്നുണ്ടെങ്കിലും വെച്ചേക്കെന്ന് പറഞ്ഞ് സുധീഷ് ആ കാശ് നിർബന്ധപൂർവ്വം അവനെ ഏൽപ്പിക്കുന്നുണ്ട്. നികേഷും നിധിയും അവരോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സുധീഷ് ആകെ ടെൻഷനോടെ അവിടെ തന്നെ നോക്കി നിൽപ്പുണ്ട്. പിന്നീട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നികേഷിനെയും നിധിയെയുമാണ് കാണിക്കുന്നത്. ഇത് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ നമുക്ക് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലേക്ക് പോവാം, അവിടെ നിന്ന് നാഗർകോവിൽ തിരുനെൽവേലി ബസ് കിട്ടും, അതിൽ കയറി തക്കല ഇറങ്ങാം എന്ന് പറഞ്ഞ് ഏട്ടത്തി മുന്നേ ബസ്സിൽ പോയിട്ടുണ്ടോന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതെന്താ
അങ്ങനെ ചോദിച്ചെന്ന് നിധിയും. അല്ല, നിങ്ങളൊക്കെ എപ്പോഴും കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ, ബസ്സിലൊക്കെ പോകുമെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഹലോ, ഞാൻ വരുന്നതേ ചൊവ്വേന്നൊന്നും അല്ല കേട്ടോ എന്ന് നിധി പറയുമ്പോ അതുകൊണ്ടല്ലേ ഏട്ടത്തി, ഈ കാശുള്ളവർക്ക് ബസ്സിൽ പോകുന്നത് ഒരു കുറച്ചിലാ, അതുകൊണ്ട് ചോദിച്ചതാന്ന് നികേഷും. കോളേജിൽ പഠിക്കുമ്പോ ഞാൻ ബസ്സിൽ തന്നെയാ എന്നും പോയി വരിക. അച്ഛനും ചേട്ടനും കാറിൽ പോവാൻ നിർബന്ധിക്കും. പക്ഷേ കൂട്ടുകാരികളുമായി വർത്തമാനമൊക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കോളേജ് വരെയും തിരിച്ചുമുള്ള നടത്തം ഓർക്കുമ്പോ ബസ്സിൽ കയറി പോവും എന്ന് നിധിയും. അല്ല, അത് ചെറിയ യാത്രയല്ലേ, ഇങ്ങനെ 3-4 മണിക്കൂർ ബസ്സിലിരിക്കുന്ന ദൂരം പോയിട്ടുണ്ടോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നവൾ പറയുമ്പോ അതാണ് എനിക്ക് തോന്നി, അതുകൊണ്ടേ നമുക്ക് വല്ല AC ലോ ഫ്ലോർ ബസ് പിടിച്ചു പോവാം, അതാവുമ്പോഴേ ഈ ക്ഷീണമുണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 7-8 മണിക്കൂർ യാത്രയുള്ളതല്ലേ എന്ന് നികേഷ് പറയുമ്പോൾ നിധിയും അത് സമ്മതിക്കുന്നുണ്ട്. ഊണ് കഴിഞ്ഞിട്ടാണോ ഏട്ടത്തി വീട്ടിൽ നിന്ന് മടങ്ങുക എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഇല്ല നികേഷേ, സാന്ദ്രേടത്തിയോട് ബസ് സ്റ്റോപ്പിലേക്ക് എങ്ങാനും സർട്ടിഫിക്കറ്റ് എത്തിച്ചു തരാൻ പറയണം, വീട്ടിൽ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല എന്ന് നിധി പറയുമ്പോൾ അത് സാരമില്ല, 2 വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരുമ്പോൾ ഇനിയും അവസരം ഉണ്ടാവുമല്ലോ എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ നിധിക്കും വല്ലാതാവുന്നുണ്ട്. പിന്നീട് സുധീഷ് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലെത്തി അവിടുന്ന് ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് കുടിക്കുമ്പോഴേക്കും സുധീഷേട്ടാ, ബൈക്കിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചന്ത ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ലടാ. ഡാ ചന്തു, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇല്ലേട്ടാ, ഈ പണി തീരുന്നതുവരെ കഴിക്കാൻ പാടില്ലെന്നാ നിങ്ങളുടെ ബ്രദർ ഓർഡർ ഇട്ടിരിക്കുന്നത് എന്ന് ചന്തുവും. അത് കേൾക്കെ സുധീഷ് ഹരീഷിനോടായി എടാ എന്തോ നടാ ഇത്, ഇവര് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവരോടായി ഡാ നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ, വരുമ്പോ 2 ജ്യൂസ് കൂടി വാങ്ങിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ വാങ്ങാമെന്ന് ചന്തുവും പറയുന്നുണ്ട്. അതിന് കാശോ എന്ന് ടിറ്റോ ചോദിക്കുമ്പോൾ കാശ് എന്ന് പറഞ്ഞ് സുധീഷ് തപ്പി തടയുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് പറഞ്ഞാൽ മതി, പോയിട്ട് വാ എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ മനസ്സ് മാറുന്നതിന് മുന്നേ വാ എന്ന് പറഞ്ഞ് ചന്തു ടിറ്റോയും വിളിച്ചോണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ബൈക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ഹരീഷിന്റെ അരികിലുള്ള കസേരയിലേക്ക് സുധീഷ് ഇരിക്കുമ്പോഴേക്കും എന്താണ് പതിവില്ലാതെ ഒരു വർക്ക്ഷോപ്പ് സന്ദർശനം എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഏയ് വെറുതെ എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോൾ അങ്ങനെ വെറുതെ ഇങ്ങോട്ട് വരാറില്ലല്ലോ, കാര്യം പറയുന്ന ഹരീഷും. എടാ അതല്ലടാ, മനസ്സൊരുമാതിരി എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോൾ മനസ്സിന് എന്തു പറ്റി എന്ന് ഹരീഷും. എടാ നിധിയെ ഓർത്തിട്ടെ ഒരു സുഖവുമില്ലടാ എന്ന് ഹരീഷ് പറയുമ്പോൾ എന്തു പറ്റി, രാവിലെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അതല്ലടാ, അവള് വീട്ടിൽ പോയിരിക്കല്ലേ, നീ അവള് തിരിച്ചു വരാതിരിക്കോ എന്നൊരു സംശയം എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോൾ അതെങ്ങനെ വരാതിരിക്കും, ഏട്ടത്തിയുടെ അച്ഛൻ ആശുപത്രി കിടന്നപ്പോ പോലും തിരിച്ചു വന്നതല്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. എന്തോ അങ്ങനെ ഒരു തോന്നല് മനസ്സില് എന്ന് സുധീഷ് പറയുമ്പോൾ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ, ഏട്ടത്തിയാണെങ്കിൽ സുധീഷേട്ടന് വേണ്ടി എല്ലാവരെയും ഉപേക്ഷിച്ചിറങ്ങി വന്നവളും അല്ല, കാര്യം സുധീഷേട്ടന് വേണ്ടി അങ്ങനെ ചെയ്തത് പൊട്ടത്തരമാണെങ്കിലും അതൊന്നും തിരിച്ചറിയാനുള്ള സമയമായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത്തവണ ഉറപ്പായും വരും, ധൈര്യമായിട്ടിരിക്കുന്ന ഹരീഷും സമാധാനിപ്പിക്കുന്നുണ്ട്. ഡാ ഒരിക്കൽ അവളുടെ അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ലേ, വീണ്ടും എന്തെങ്കിലും ഡ്രാമ കാണിച്ച് അവളെ അവിടെ പിടിച്ചു നിർത്തിയാലോന്നാ, പെട്ടെന്നൊരു ദിവസം ഫോൺ വിളിച്ച് അവളുടെ സർട്ടിഫിക്കറ്റ് തരാന്ന് പറയുന്നതില് ഒരു ചതിയില്ലേ എന്നൊരു സംശയം. സുധീഷ് പറയുമ്പോ അല്ല, ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഏട്ടത്തിയുടെ വീട്ടുകാരെ കുറച്ചുനേരം സംസാരിച്ച് ഏട്ടത്തിയുടെ പിടിച്ചു വെച്ചാലോന്നല്ലേ സംശയം, അപ്പോ നിങ്ങളുടെ പ്രണയം അത്രയ്ക്ക് വീക്കാണോ? ഹരീഷിന്റെ ചോദ്യം കേട്ട് സുധീഷും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അതെ, ഇങ്ങർക്ക് വേണ്ടി എല്ലാം വിട്ടുവന്ന ആളല്ലേ, അപ്പൊ ഉറപ്പായും വരുമെന്നേ, നോക്കിക്കോ, കൂടെ നമ്മുടെ നികേഷും ഉണ്ടല്ലോ എന്ന് ഹരീഷ് പറയുമ്പോ ആണല്ലേ എന്ന് സുധീഷും. അതെന്നേ എന്ന് ഹരീഷ് വീണ്ടും പറയുമ്പോ പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ ഉള്ളിലൊരു പേടി തോന്നാടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഉടായിപ്പ് ഉള്ളിലുള്ളവർക്കെ എപ്പോഴും പേടിയുണ്ടാവും എന്ന് ഹരീഷ് കളിയാക്കുമ്പോ എന്താ ഹരീഷ് ഒരുമാതിരി, അല്ലെങ്കിൽ തന്നെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്തിന്, ഇയാളെ വിശ്വസിച്ച് ഒരിക്കൽ ഇറങ്ങി പോന്ന ആള് ഇനി തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കാൻ ഒരു കാരണം വേണ്ടേ എന്ന് ഹരീഷിന്റെ ചോദ്യം കേട്ട് ടെൻഷനോടെ ഇരിക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.